എന്നെ സംബന്ധിച്ചിടത്തോളം 3 പതിറ്റാണ്ടിലേറെയായിട്ടുള്ള ബന്ധമാണ്. അത് ഞങ്ങളൊരു കുടുംബം പോലെ മാറിയ ഒരു ബന്ധമാണ്, ജ്യേഷ്ഠാനുജ ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ സവിശേഷത, അദ്ദേഹം കേവലം ഒരു നിർമ്മിതാവെന്ന ഒരു ചുരുക്കപ്പേരിൽ ഒതുങ്ങേണ്ട വ്യക്തിയല്ല, ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു. അതിൻ്റെ സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമ എഹെഡ് ഓഫ് ടൈമായി പോയി എന്നതൊഴിച്ചാൽ അദ്ദേഹം സെലക്ട് ചെയ്ത സബ്ജക്റ്റും സിനിമയുമൊക്കെ ഇന്നും റെലവൻ്റ് ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയൊരു സിനിമയായിട്ട് എടുക്കണം എന്നുള്ളത്. അത് എൻ്റെ അടുത്ത് പങ്കുവച്ചിട്ടുള്ളത് പത്മരാജൻ്റെ തന്നെ, പപ്പേട്ടൻ്റെ തന്നെ സിനിമ ആകാത്തൊരു നോവല്, അത് അദ്ദേഹത്തിന് എന്തെങ്കിലും എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വെച്ച് പുലർത്തിയാണ്. പക്ഷേ മാത്രമല്ല, ഞാൻ പറഞ്ഞ ഇത്ര അസാധാരണമായ കഴിവുകളുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. നിർമ്മാണത്തിൽ നിന്ന് മാറിയെങ്കിലും സിനിമയുടെ ഓരോ ചലനങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് വരുത്തേണ്ട മാറ്റങ്ങളും എല്ലാം ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ 5 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ അതിൻ്റെ കാര്യങ്ങൾ, ഇൻക്ലൂഡിങ് പോസ്റ്ററിൻ്റെ ഡിസൈൻ, തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ, തെരഞ്ഞെടുപ്പിന് ഞാൻ സഞ്ചരിക്കുന്ന വാഹനം, ഇതെല്ലാം അദ്ദേഹമായിരുന്നു ഒരുക്കിയിരുന്നത്. അതിലേക്ക് മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് ഒരിക്കൽ പോലും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടില്ല. അവിടെ വരുന്ന പ്രോഡക്റ്റ് അതുപോലുള്ളതായിരിക്കും എന്നെനിക്കറിയാം എന്നുള്ളത് മാത്രവുമല്ല, ഈ കാലം അത്രയും ബേബി ജോൺ ഫൗണ്ടേഷൻ്റെ സ്ഥാപക സെക്രട്ടറിയും 16 വർഷമായിട്ട് എൻ്റെ സെക്രട്ടറിയായി തുടരുന്ന ഒരു വ്യക്തിയാണ്. മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇനിയും അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്ന എന്നെപ്പോലുള്ളവർക്ക് അതൊരു വലിയ നിരാശയായി നിൽക്കുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടമെന്ന് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദരനെ നഷ്ടപ്പെട്ട വേദനയോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്.